കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ അരങ്ങേറിയ സ്പ്ലെൻഡേഴ്സ് ഓഫ് ഇന്ത്യ ഫെസ്റ്റിവൽ വിശേഷങ്ങളിലേക്കാണ് കുവൈറ്റ് ജനം പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. ഭാരതത്തിൻ്റെ കലാസാംസ്കാരിക മേഖലയിലെ വൈവിധ്യത വിളിച്ചോതുന്ന തരത്തിൽ നടന്ന പരിപാടികളാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. സ്വദേശികൾക്ക് മുന്നിൽ ഭാരതത്തിൻ്റെ യശസ് ഉയർത്തിക്കൊണ്ട് നടന്ന പരിപാടി ജനപങ്കാളിത്തത്താലും ശ്രദ്ധേയമായി. വിശേഷങ്ങൾ കാണാം. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ആരംഭിച്ചതിൻ്റെ 60ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി നടത്തിവരുന്നത്. Welcome to the inauguration of Splendors of India Festival in Kuwait. The endeavor today is to celebrate India's rich and varied cultural diversity and also showcase our made in India products in Kuwait. നാഷണൽ കൗൺസിൽ ഫോർ കൾച്ചറൽ ലിറ്ററേച്ചറുമായി സഹകരിച്ചാണ് സ്പ്ലെൻഡേഴ്സ് ഓഫ് ഇന്ത്യ ഫെസ്റ്റിവൽ എംബസി സംഘടിപ്പിച്ചത്. എയർമുക്ക് കൾച്ചറൽ സെന്ററിൽ ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജ് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. രണ്ടു വർഷത്തെ പ്രതിസന്ധി നിറഞ്ഞ വിദ്യാർത്ഥി ജീവിതത്തിനു ശേഷം കുട്ടികൾക്ക് പൂർണ്ണതോതിൽ സ്കൂളിൽ നേരിട്ട് അധ്യയനം നടത്താൻ സാഹചര്യമൊരുക്കുന്നത് സന്തോഷകരമാണെന്നും സ്പ്ലെൻഡേഴ്സ് ഓഫ് ഇന്ത്യ ഉത്സവം കുവൈറ്റിലെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന 50,000-ഓളം വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സമർപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് സ്ഥാനപതി സിബി ജോർജ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്. പുതിയ ഇന്ത്യയെ നിർമ്മിച്ചെടുക്കുന്ന ശ്രമങ്ങളുടേതാണ് ഈ കാലമെന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ഒരു നൂറ്റാണ്ടിനോടടുക്കാൻ 25 വർഷമാണുള്ളതെന്നും ഇപ്പോൾ മുതൽ നാം അത് ആഘോഷിക്കുകയാണെന്നും സ്ഥാനപതി ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. We must lay the groundwork for new resolutions and move forward with new resolutions. Starting from here, the entire journey of next 25 years, when we celebrate the centenary of Indian independence, marks the Amrit period of creation of a new India. The full ആഘോഷത്തിന്റെ ഭാഗമായി സെമിനാർ ഹാളിൽ നടന്ന ആയുഷ് ഫെസ്റ്റിവലിൽ യോഗയുടെയും കളരിപ്പയറ്റിന്റെയും പ്രദർശനങ്ങളും നടന്നു. അമൃത യോഗ, കുവൈറ്റ് യോഗ മീറ്റ്, ആർട്ട് ഓഫ് ലിവിംഗ്, ഹാർമണി ഹൗസ് എന്നിവർ പ്രദർശനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവും ഗുണമേന്മയും പരിചയപ്പെടുത്താൻ ഉതകുന്ന തരത്തിലുള്ള പ്രദർശനങ്ങളും സ്പ്ലെൻഡേഴ്സ് ഓഫ് ഇന്ത്യ ഫെസ്റ്റിവലിൽ ഒരുക്കിയിരുന്നു. വ്യത്യസ്തങ്ങളായ ഇന്ത്യൻ വസ്ത്രങ്ങൾ, ഭക്ഷണപദാർത്ഥങ്ങൾ, ആഭരണങ്ങൾ, ആയുർവേദം, തേയില, സുഗന്ധവ്യഞ്ജനങ്ങൾ, ജലശുദ്ധീകരണ യന്ത്രങ്ങൾ, ഇന്ത്യൻ നിർമ്മിത ബൈക്കുകൾ തുടങ്ങിയവകളായിരുന്നു സ്റ്റാളുകളിൽ ഒരുക്കിയിരുന്നത്. രുചിയുടെ വൈവിധ്യം വിളിച്ചോതുന്ന തരത്തിലായിരുന്നു ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടത്തിയ ഭക്ഷ്യമേള. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വ്യത്യസ്തമാർന്ന രുചി ഭേദങ്ങളായിരുന്നു സന്ദർശകരെ വരവേറ്റത്.
രാജ്യത്തെ ഹോട്ടൽ മേഖലയിലെ പ്രമുഖരാണ് മേളയിൽ ഭക്ഷ്യവിഭവങ്ങൾ ഒരുക്കിയത്. ഇന്ത്യയെക്കുറിച്ച് വിവരിക്കുന്നതും വിവിധ വിജ്ഞാന മേഖലകളിലെ ഇന്ത്യൻ പുസ്തകങ്ങളും പുസ്തകമേളയും ആഘോഷത്തിന്റെ ഭാഗമായി. ഇരുന്നു വായിക്കാൻ വിശാലമായ സൗകര്യമാണ് ഒരുക്കിയിരുന്നത്. കോർട്ട്യാർഡിൽ ഇടമുറിയാതെ പുസ്തക വായനകളുണ്ടായി. വിദ്യാർത്ഥികൾ മാറി മാറി ശ്രദ്ധേയമായ പുസ്തകങ്ങളുടെ പ്രധാന ഭാഗങ്ങൾ വായിച്ചു. ഇംഗ്ലീഷ്, വിംഗ്ലീഷ്, ഷാദി മെയിൻ, സറൂൻ ആന എന്നീ സിനിമകൾ അറബിക് സബ്ടൈറ്റിലോടെ പ്രദർശനം നടന്നു. വൈവിധ്യതയുടെ സൗന്ദര്യവും രാജ്യത്തിൻ്റെ പ്രതാപവും വെളിപ്പെടുത്തിക്കൊണ്ടാണ് സ്പ്ലെൻഡേഴ്സ് ഓഫ് ഇന്ത്യ ഫെസ്റ്റിവൽ സമാപിച്ചത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കുവൈറ്റിലെ വിപണിയിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങളും പ്രദർശനങ്ങളുമാണ് എംബസിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്നത്. വ്യാപാര സ്ഥാപനങ്ങളും ഇന്ത്യൻ ബ്രാൻഡുകളും ഈ ആഘോഷ പരിപാടിയിൽ പങ്കുചേർന്നതോടെ ഉത്സവമേളയായി പരിപാടി മാറുകയായിരുന്നു.